ഹായ്, നൗഫൽ കൊണ്ടോട്ടിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഇപ്പോൾ പൊതുവേ കൊണ്ടോട്ടിയിൽ ഭയങ്കര പ്രശ്നങ്ങളാണല്ലോ. ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കണില്ല. മുനിസിപ്പാലിറ്റി ഏറ്റെടുക്കണില്ല, MLA ഏറ്റെടുക്കണില്ല, ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുക്കണില്ല, കേരള സർക്കാർ ഏറ്റെടുക്കണില്ല, കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണില്ല. ആരും ഏറ്റെടുക്കാത്ത സ്ഥിതിക്ക് പൊതുജനങ്ങൾ ഇനി ആരോടത് പരാതി പറയാം? ആർക്കും ഉത്തരവാദിത്തം ഇല്ല എന്നാണ് പറയുക. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് കുറുപ്പത്താണ്. എൻ്റെ ബാക്കിലുണ്ടെങ്കിൽ നിങ്ങൾ റോഡിൽ വെള്ളം ഈ സ്പോട്ടിൽ വെച്ചിട്ട് കഴിഞ്ഞ 2024 സെപ്റ്റംബർ 2-ാം തീയതി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് നമ്മളെ മുനിസിപ്പാലിറ്റി ഈ ഓട ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഓപ്പൺ ആക്കിയിട്ട് അത് പാതി വയലിട്ടിച്ച് പോയതാണ്. ഇവിടെ ആ സ്ഥലത്താണ് ഞാൻ ഇപ്പോഴുള്ളത്. അന്ന് ഞാൻ ചെയ്ത വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി, എന്നിട്ട് ഞാൻ ബാക്കി വിവരങ്ങളിലേക്ക് വരാം. 2024 സെപ്റ്റംബർ 2-ാം തീയതി നൗഫൽ കൊണ്ടോട്ടി എന്നുള്ള പേജിൽ ഈ വീഡിയോ കിടക്കുന്നുണ്ട്. ഇപ്പോഴും കിടക്കുന്നുണ്ട്, ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. കൊണ്ടോട്ടി ബൈപ്പാസിലെ ഡ്രൈനേജ് ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ട് 17 ഭാഗങ്ങളിലെ മുനിസിപ്പാലിറ്റി ഓപ്പൺ ആക്കിയ ഭാഗം ബിൽഡിംഗ് ഓണർമാരോട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു, ക്ലിയർ ആക്കാൻ പറഞ്ഞു. അവരത് ചെയ്തു. ഈ ഹൈവേയിലുള്ളത് ആരാ ചെയ്യാം? ഇതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഹായ്, അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ കൊണ്ടോട്ടിയിലെ കുറുപ്പത്തെ അവസ്ഥ ഉണ്ടത് കണ്ടില്ലേ? ഡ്രൈനേജ് ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ട് ഭരണാധികാരികൾ ചെയ്തിട്ട മറ്റൊരു തോന്നിയാസാണിത്. ഇത് ഞാൻ മനസ്സിലാക്കിയത് പറയാണ്, അവിടുത്തെ കൗൺസിലർമാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ എന്താ പറയുക തോന്നിവാസമാണ് ഈ കാണുന്നത്. കൊണ്ടോട്ടി 17 ഭാഗത്ത് ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ട് അവർ ഡ്രൈനേജ് സ്വന്തം ബിൽഡിംഗ് ഓണർമാരോട് അതായത് സ്ലാബ് ഇടാൻ പറഞ്ഞപ്പം അത് അവരെ ആവശ്യപ്രകാരം അവരിട്ടു. ഈ കുറുപ്പത്ത് ഈ മെയിൻ റോഡിൽ ഈ റോഡിന്റെ വക്കത്ത് ഉള്ളതിന് ഇതാരാ ക്ലീൻ ചെയ്യുക? അല്ലെങ്കിൽ ഇതാരാ പഴയ സ്ഥിതിയിലേക്ക് ആക്കുക? ബാക്കി വീഡിയോ കണ്ടുപോയി. മദ്രസിന്റെ ബോർഡ് കണ്ടില്ലേ? ഇത് നേരെ കുട്ടികളെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ടാ വരിക. ഇത് മാത്രമല്ല, ഈ വഴി നമ്മുടെ MLA ഓഫീസിലേക്കുള്ള വഴിയും കൂടെയാണ്. ഇവിടെയൊക്കെ ദിവസേന നൂറുകണക്കിന് ആൾക്കാർ കൊണ്ടുപോകുന്ന സ്ഥലങ്ങളല്ലേ. കണ്ട, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് എത്രയും പെട്ടെന്ന് മുനിസിപ്പാലിറ്റിയിലെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ MLA കാര്യാലയമാണത്. ഇതിൽ വന്ന് ഒരു അപകടം ഉണ്ടാകുന്നതിന് മുന്നായിട്ട് ഇതും കൂടെ ഒന്ന് ക്ലിയർ ആക്കി തരണം. കുറെ കാലമായില്ലേ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ കളിക്കാൻ തുടങ്ങിയിട്ട്. കൗൺസിലർമാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിധിയില്ലേ? ഇതുണ്ടോ ഈ അടഞ്ഞു കിടക്കുന്ന ഈ ഭാഗം ക്ലീൻ ചെയ്താൽ ഇത് നേരെ തോട്ടിലേക്കുള്ള വഴിയാണ്. ഇവിടെ ഈ കാണുന്നത് നേരെ തോട്ടിലേക്കാണ്. ഇത് നന്നാക്കാത്തോളം കാലം ഈ കൊണ്ടോട്ടി കുറുപ്പത്തെ വള്ളക്കെട്ട് മാറൂല, അതിൽ യാതൊരു സംശയമില്ല. ഇത് കണ്ടില്ലേ? ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ താലൂക്ക് ഓഫീസ്. കണ്ടോ? താലൂക്ക് ഓഫീസ് ഇതാണ്. ഇതിന്റെ ഇവിടെ തന്നെയാണ് നമ്മളെ MLA ഓഫീസ്. ഇവിടേക്കൊക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ പ്രയാസമാണ് ഈ സ്ഥലങ്ങൾ. ഇവിടെ ഒന്ന് നല്ല നിലയിലാക്കിയാലല്ലേ ഒരു വണ്ടി പോലും പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് കണ്ടില്ലേ? ഈ ഭാഗം ഒരു റിബൺ കെട്ടിയോണ്ടൊന്നും ഒരു കാര്യമില്ല. എപ്പോഴും വണ്ടികൾ, ആയിരക്കണക്കിന് വണ്ടികൾ ഒരു ദിവസം പോണ സ്ഥലമാണ്. അപ്പൊ ഈ ഒരു അപകടം ഉണ്ടാകുന്നതിന് മുന്നായിട്ട് ഇതാണ് ആ സ്ഥലം, ഇതാണ് ആ ഗേറ്റ്. ഈ ഗേറ്റിന്റെ ഫ്രണ്ടിൽ വലിയൊരു കുഴിയുണ്ട്. ഇതൊരു മദ്രസിലേക്കും നഴ്സറിയിലേക്കും പോണ വഴിയാണ്. അന്ന് മുനിസിപ്പാലിറ്റിന്റെ ആൾക്കാർ ഇത് ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ട് ഓപ്പൺ ആക്കാണ്ട് ഇട്ടിട്ട് പോയതാണ്. പിന്നെ അത് പണി മുഴുവനാക്കാൻ അവർ വന്നിട്ടില്ല. അത് ലാസ്റ്റ് ഈ മദ്രസിന്റെ ടീം പേര് നന്നാക്കിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പം നടക്കുന്ന സംഭവം കണ്ടോ? ഇവിടെ വെള്ളക്കെട്ടാണ്. ഇതൊരു കാലത്തും ഇവിടുന്ന് മാറും തോന്നുന്നില്ല. ഇത് മാറണമെങ്കിൽ ആ ഗേറ്റിന്റെ നേരെ ഫ്രണ്ടിൽ ഒരു ഓവാലുണ്ട്. ആ ഓവാലം വരുന്നത് നേരെ എങ്ങോട്ടാണ് നോക്കുക. കണ്ടോ? ഈ ഓവാലം ഇതിലേക്കൂടെയാണ് പോണത്. കണ്ടില്ല? ഇത് നേരെ ഓവാലാണ്. അപ്പൊ ഈ ഓവാലത്തിലേക്ക് വെള്ളം അടിയിൽ കൂടെ പോകാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് നിലവിൽ. പക്ഷെ അത് ആരാണ് ഇത് തുറക്കേണ്ട ആൾക്കാർ? മുനിസിപ്പാലിറ്റി ആണോ, MLA ആണോ, കേരള സർക്കാരാണോ, കേന്ദ്ര സർക്കാരാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അറിയണമല്ലോ, അതൊന്ന് പറഞ്ഞുതരാം. ഏകദേശം ഒരു വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. ഒരു പണിയെടുത്തിട്ട് അത് മുഴുവനാക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നില്ല. ആരാണോ ഇതിന്റെ ഉത്തരവാദിച്ച് അവരിതൊന്ന് നന്നാക്കി കൊടുക്കും. അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ ഉത്തരവാദിച്ചാൽ അത് പൊതുജനം വേണ്ടി ബാക്കി തീരുമാനിക്കട്ടെ. അപ്പം ബാക്കി വീഡിയോവുമായിട്ട് ഇനിയും വരാനുണ്ട്. കുറച്ചുകൂടെ കാര്യങ്ങൾ എനിക്കും കൂടെ പറയാനുണ്ട്.